യേശുക്രിസ്തുവിന്റെ നാമത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് നാം ദൈവകൃപയാൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സമാഗമന കൂടാരവും ക്രിസ്ത്യാനിയും എന്നുള്ള വിഷയമാണ്. ദൈവത്തിന്റെ സമാഗമന കൂടാരവും ക്രിസ്ത്യാനിയും, ഇത് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണിത് പൊരുത്തപ്പെട്ടു പോകുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഇന്നു മുതൽ ചില ക്ലാസ്സുകൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൈകാര്യം ചെയ്യും. ഇത് എപ്രകാരമാണ് ദൈവം അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ ഇതിന്റെ എല്ലാ തെളിവുകളും നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്, ഇതാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെയും അല്ലെങ്കിൽ ദേവാലയത്തിന്റെയും സമാഗമന കൂടാരത്തിന്റെയും ആത്മീയ അർത്ഥം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ രൂപഘടന, ഇതെല്ലാം ക്രിസ്തീയ ജീവിതവുമായി അതിലുള്ള ബന്ധം എന്താണ്, ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള നമ്മുടെ ശുശ്രൂഷ എങ്ങനെയാണ്, ഈ കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം സമ്പന്നമാക്കുന്നതിന് എബ്രായർ ആരാധിച്ചു പോന്ന അവരുടെ വ്യത്യസ്തമായ ഘടനാരീതികൾ മനസ്സിലാക്കുന്നത് അത്യാവശ്യമാണ്. ഇത് നമ്മൾ തിരിച്ചറിയുവാൻ ഈ പാഠം ഇതിന്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ക്രിസ്തീയ ജീവിതം നമ്മുടെ ക്രിസ്തീയ ജീവിതം സമ്പന്നമാക്കുന്നതിന് നമുക്ക് സഹായകരമായ ചില കാര്യങ്ങളാണ് എബ്രായരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ യഹൂദ ജനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവര് കടന്നുപോയിക്കൊണ്ടിരുന്നതായ അവരുടെ ആരാധന ശൈലി എന്താണ്, അതിന് ദൈവം അവർക്ക് നിർദ്ദേശിച്ചിരുന്ന വഴികൾ എന്തെല്ലാമായിരുന്നു, അങ്ങനെയുള്ള വ്യത്യസ്തമായ അവരുമായി ബന്ധപ്പെട്ടതായ ഘടനാരീതികൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒന്നാമത് നമുക്ക് കാണാൻ സാധിക്കും, അവർക്ക് ദൈവം ഒരു സമാഗമന കൂടാരം നിർമ്മിക്കുവാനായിട്ട് ദൈവം മോശയോട് കൽപ്പിക്കുകയുണ്ടായി. അതിന് ദൈവം വ്യക്തമായ മാതൃക ദൈവം കൊടുക്കുകയുണ്ടായി. ദൈവം ഒരു മാതൃക, അതിനുവേണ്ട അതെങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ പാറ്റേൺ ദൈവം അവർക്ക് കൊടുത്തു, മോശയ്ക്ക് ദൈവം കൊടുക്കുകയുണ്ടായി. ആ പാറ്റേൺ അനുസരിച്ചാണ് മോശെ ആ പണി ആരംഭിക്കുന്നത്. അതിനുവേണ്ടി ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട, അല്ലെങ്കിൽ ദൈവം പ്രത്യേകമായ ആത്മാവിനെ നിറച്ച് ചില പണിക്കാരെ, ചില ശില്പികളെ ദൈവം അതിനുവേണ്ടി പ്രത്യേകം ക്രമീകരിക്കുകയുണ്ടായി. അതിനുശേഷം അവരിലൂടെ ആ പണി വളരെ അതിമനോഹരമായി തന്നെ ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം അത് പൂർത്തിയാക്കുകയുണ്ടായി. ഈ ആദ്യകാലങ്ങളിൽ ഇസ്രായേൽ ജനം കൊണ്ടു നടക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സമാഗമന കൂടാരമായിരുന്നു അവർ ആദ്യം നിർമ്മിച്ചിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ യാത്ര ചെയ്യുമ്പോൾ അത് പൊളിച്ച് അടുക്കിക്കൊണ്ട് പോകണമായിരുന്നു. പോകാനായിട്ട് അത് കൊണ്ടുപോകുമ്പോൾ അത് ചുമക്കേണ്ട ആൾക്കാരെ ദൈവം ക്രമീകരിച്ചിരുന്നു. അത് എല്ലാവർക്കും അത് എടുക്കാൻ പാടില്ല. അങ്ങനെ പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിച്ചിരുന്നു. ഇതെല്ലാം ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ഇവിടെ സമാഗമന കൂടാരത്തിന്റെ രൂപഘടന ദൈവത്താൽ മോശയ്ക്ക് നൽകപ്പെടുകയാണ് ചെയ്തത്. ഒന്നാമത് അതിന്റെ കൂടാരത്തിന്റെ ഉൾവശം നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ വചനത്തില് അവിടെ പുറപ്പാട് പുസ്തകത്തിലെ നമ്മൾ 25-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 25-ന്റെ 8-ാം വാക്യം. പിന്നെ 7 ശബത്താണ്ടായ 7 സംവത്സരം എണ്ണണം. അങ്ങനെ 7 സമ്പത്താണ്ടായ 49 സംവത്സരം കഴിയണം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാധ്വനി കാഹളം ധ്വനിപ്പിക്കണം. പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് എല്ലായിടവും 25-ന്റെ പുറപ്പാട് പുസ്തകം 25-ന്റെ 8-9 വാക്യങ്ങൾ. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കി. അവിടെ ദൈവം പറയാണ്, തിരുനിവാസവും
അതിന്റെ ഉപകരണങ്ങളെല്ലാം, അതിൻ്റെ അകത്ത് അനവധി ഉപകരണങ്ങളുണ്ട്. നിലവിളക്ക് കാണാം, ധൂപപീഠം കാണാം, കാഴ്ചയപ്പ മേശയുണ്ട്, പിന്നെ അതിവിശുദ്ധ സ്ഥലത്താണെങ്കിൽ കൃപാസനമുണ്ട്. അതിന്റെ ഓരോ തിരശീലയാകട്ടെ, അതിന്റെ ചുറ്റുമുള്ള തൂണുകളാകട്ടെ, മറ്റു പല കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും താമരത്തൊട്ടിയുണ്ട്, യാഗപീഠം ഉണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക്, അതിന്റെ ഉപകരണങ്ങളും ഇതെല്ലാം തന്നെ ദൈവം പറഞ്ഞ അനുസരിച്ച് തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളെല്ലാം ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഉണ്ടാക്കണമെന്ന് ദൈവം പറഞ്ഞു. ദൈവം അതിന് വ്യക്തമായ പാറ്റേൺ ദൈവം കാണിച്ചു കൊടുത്തു. മോശെ അത് ചെയ്യാനായിട്ട് അതിനു വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സമാഗമനത്തിന്റെ കൂടാരത്തിന്റെ ഉൾവശം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള സ്ഥലമാണ്. സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ തന്നെ കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു കൂടാരം എന്നുള്ളതാണ്. ദൈവത്തിന്റെ തിരുസാന്നിധ്യം അവിടെയുണ്ട്. അപ്പം ഈ കാര്യത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വേണം ആളുകൾ, ദൈവത്തിന്റെ ആ സമാഗമന കൂടാരം എവിടെയാണോ അവിടേക്കാണ് ആളുകൾ അടുത്തു വരേണ്ടത് എന്നാണ് ദൈവം തന്റെ ജനത്തെക്കുറിച്ച് ഉദ്ദേശിച്ചിരുന്നത്. ദൈവം അവരുടെ ഒത്ത നടുവിൽ അവരോടൊപ്പം വസിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. ദൈവം എപ്പോഴും തന്റെ ജനത്തോടുകൂടി വസിക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഇതെല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. നമുക്കിവിടെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഒരു പ്രത്യേക രീതിയിലാണ് ദൈവം അവിടെ സമാഗമന കൂടാരം, അവരെല്ലാം എങ്ങനെയാണോ വസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടാരങ്ങളും എല്ലാം പ്രത്യേക രീതിയിൽ അടിക്കണമായിരുന്നു. സമാഗമന കൂടാരം അതിന്റെ ഒത്ത നടുക്കായിരിക്കും എപ്പോഴും. സമാഗമന കൂടാരത്തിന്റെ ചുറ്റും അവർ പ്രത്യേക രീതിയിലാണ് അവരുടെ കൂടാരങ്ങൾ അടിച്ചുകൊണ്ട് അവർ താമസിച്ച് ഇരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പകൽ മേഘസ്തംഭത്തിന്റെ കീഴിലായിരുന്നു അവർക്ക് സൂര്യന്റെ വെയിലോ ചൂടോ തട്ടാതെ വണ്ണം ആ മേഘസ്തംഭത്തിന്റെ കീഴിലാണ് ഇസ്രായേൽ ജനങ്ങള് അവരെ വസിക്കുവാൻ ദൈവം അനുവദിച്ചിരുന്നത്. രാത്രി നമുക്കിവിടെ കാണാൻ സാധിക്കും, രാത്രിയിലെ അവർക്ക് വെളിച്ചം കൊടുക്കാനായിട്ട് രാത്രിയിലെ അഗ്നിസ്തംഭം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വെളിച്ചമായിട്ട് നിൽക്കുകയാണ്. ഇസ്രായേൽ ജനം ഇങ്ങനെയുള്ള ഒരു ദൈവ സാന്നിധ്യത്തിന്റെ കീഴിലാണ് എപ്പോഴും നടക്കുവാനായിട്ട് ഇടയായത്. ദൈവ സാന്നിധ്യമാണ് അവരെ നയിച്ചുകൊണ്ടിരുന്നത്. ദൈവത്താൽ ഇത്രമാത്രം മനോഹരമായിട്ടാണ് നയിക്കപ്പെട്ടത്. അവരുണ്ടാക്കിയതായ സമാഗമന കൂടാരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെല്ലാം അഴിച്ചു പെറുക്കി കൊണ്ടുപോകുന്നൊരവസ്ഥയിലാണ്. ദൈവം നേരത്തെ പറഞ്ഞിരുന്ന പോലെ അതെല്ലാം അവരുടെ യാത്രയിലാണ് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് എല്ലാം കഹാത്യരും അതുപോലെ തന്നെ ലേവ്യ കുടുംബത്തിലുള്ള മറ്റു പല കാര്യങ്ങൾ അവർക്കൊക്കെ മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. പുരോഹിതന്മാർക്ക് മാത്രമേ, നമ്മൾ നോക്കുമ്പോൾ പുരോഹിതന്മാർക്ക് മാത്രമേ ഈ നിയമപ്പെട്ടം ചുമക്കാൻ പാടുള്ളൂ. നിയമപ്പെട്ടം അവരല്ലാതെ വേറെ ആരും തൊടാൻ പോലും പാടില്ല. ദൈവം അങ്ങനെയുള്ള വ്യവസ്ഥകളെല്ലാം വെച്ചിരുന്നു. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ദൈവം ഇപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. നമുക്ക് കാണാം BC 1440 ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെടുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും BC 1440 ചെങ്കടൽ കടന്ന് അവർ പുറത്തേക്ക് വരികയാണ്. ഈജിപ്തിലെ അടിമത്തം കഴിഞ്ഞ് ചെങ്കടൽ വിഭാഗിച്ചു. ദൈവം അവരെ പുറത്തേക്ക് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു. കനാൻ നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. അവർക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ സംരക്ഷണവും ദൈവം കൊടുത്തു. അങ്ങനെയാണ് അവരെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കീഴിൽ അവരെ ദൈവം നയിച്ചു. അവർ കൂടാരങ്ങൾ അടിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ നിൽക്കുന്നുവോ അവിടെ അവർ കൂടാരം അടിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം ആ സ്ഥലത്ത് നിന്ന് പോകുന്നത് വരെയും അവിടെ തന്നെ താമസിക്കുമായിരുന്നു. അങ്ങനെ 40 വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഓക്കെ, പിന്നീട് നമുക്ക് കാണാം ഇവരുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കാതിരുന്നതിനാലും അവരെ നയിക്കുന്ന ദൈവത്തിന്റെ കീഴിൽ, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ കഴിവില് അവർ വിശ്വസിക്കാതിരുന്നതിനാലും 40 വർഷമാണ് അവർ അലഞ്ഞു തിരിഞ്ഞത്. നമുക്ക് അത് സംഖ്യാപുസ്തകത്തിലും ഒക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും.
അവരുടെ ജീവിതത്തിൽ ഇത് ഇത്രത്തോളം മഹാശക്തിയോടുകൂടി മഹാ അനുഗ്രഹത്തോടുകൂടിയാണ് ദൈവം നയിച്ചത്. അവർക്ക് പകല് ഈ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ പകല് മേഘത്തിന്റെ തണലിലായിരുന്നു അവർ. രാത്രിയാവുമ്പോൾ അവർക്ക് അഗ്നിസ്തംഭമാണ് വെളിച്ചം കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവർക്ക് ആഹാരത്തിന് ഒരു കുറവില്ലായിരുന്നു. ദൈവം എല്ലാ ദിവസവും മന്ന കൊടുത്തു. അവർക്ക് കാടപ്പക്ഷികളെ കൊടുത്തു ഇറച്ചിക്ക് വേണ്ടിയിട്ട്. ദൈവം അവർക്ക് ദാഹത്തിന് ദൈവരുടെ ജീവിതത്തിലെ പാറയിൽ നിന്ന് വരെയും ജലനദി ഒഴുകുന്ന വിധത്തിൽ അവർക്ക് വെള്ളം കൊടുത്തു ദൈവം. എല്ലാ മേഖലയിലും ദൈവം അവരെ എത്രത്തോളം പരിപാലിച്ചു. ഈ 40 വർഷം അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞില്ല എന്ന് പറയുന്നത്. അവരിട്ടുകൊണ്ടുവന്ന ചെരുപ്പാണ്. ആ ചെരുപ്പ് തേഞ്ഞില്ല. 40 വർഷം അവരുടെ വസ്ത്രം പഴകിയില്ല. എല്ലാ മേഖലയിലും ദൈവത്തിന്റെ കരങ്ങൾ, അതിശക്തമായ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെയെല്ലാം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരു വർഷം ഇല്ലെങ്കിൽ നമ്മുടെ ആയുഷ്കാലത്ത് എത്രയോ ചെരുപ്പുകൾ നമ്മൾ മാറാറുണ്ട്. എത്ര നാള് നമ്മൾ ഉടുക്കുന്ന വസ്ത്രം ഉണ്ടാവും. ഇവിടെ ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. ദൈവമായ കർത്താവ് അവരെ നയിച്ചു. അവർ കൊയ്യുകയോ വിതയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് എല്ലാ ദിവസവും അവരുടെ ഈ യാത്രയിലൂടെ ദൈവത്തിന്റെ വഴിയിലൂടെ അവർ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നയിക്കപ്പെടുക മാത്രമാണ് ചെയ്തിരുന്നത്. അങ്ങനെ ദൈവം അവരെ യാത്ര ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇപ്രകാരം കനാൻ നാട്ടിലേക്ക് ദൈവത്തിന്റെ വലിയ ഉദ്ദേശമായിരുന്നു. അബ്രഹാമിനോട് ദൈവം നേരത്തെ മുന്നമേ തന്നെ ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന വാഗ്ദാന നിവൃത്തിയാണ് ഇതെല്ലാം നടക്കുന്നത്. അവര് അടിമകളായി പോയത് നമുക്ക് ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ ഒരു മകൻ പോലും അബ്രഹാമിന് ജനിക്കാത്ത സമയത്താണ് ദൈവം അബ്രഹാമിനോട് പറയണത്, നിനക്ക് ഞാൻ അനേകം മക്കളെ നൽകും, നിനക്കുണ്ടാവുന്ന മക്കള് അന്യജാതികളുടെ അടുക്കൽ 400 വർഷക്കാലം അടിമകളായിരിക്കും. അതിനുശേഷം ഞാൻ അവരെ വലിയ സമ്പത്തോടുകൂടി ഞാൻ അവരെ പുറത്തേക്ക് കൊണ്ടുവരും. ഞാൻ ഈ കനാൻ നാട്ടിൽ അവരെ ഞാൻ വസിക്കുമാറാക്കും എന്നൊക്കെ ദൈവം പറഞ്ഞ വാഗ്ദാനം അനുസരിച്ചാണ് ഇപ്പോൾ ചെങ്കടൽ കടത്തി ഇവരെ പുറത്തേക്ക് ദൈവം കൊണ്ടുവന്നത്. പക്ഷേ ആ മരുഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ പദ്ധതികൾക്ക് എതിരായിട്ട്, ദൈവത്തിന്റെ മനസ്സിനും ദൈവത്തിന്റെ ചിന്തകൾക്കും വിരോധമായി ദൈവത്തെ വേദനിപ്പിക്കുന്ന അനവധി പാപങ്ങളാണ് ഈ ഇസ്രായേൽ ജനത്തിന്റെ പ്രവൃത്തികളിലൂടെ, പെരുമാറ്റത്തിലൂടെ, സ്വഭാവത്തിലൂടെ എല്ലാം വെളിപ്പെട്ടത്. അങ്ങനെ ദൈവം പലപ്പോഴും അവരെ ശിക്ഷിക്കുന്നുണ്ട്. പലരെയും ദൈവം നശിപ്പിച്ച് കളയുന്നുണ്ട്. എങ്കിലും ദൈവത്തിന്റെ ആ പദ്ധതി, ഉദ്ദേശം അനുസരിച്ച് ദൈവരെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യണത്. നന്ദിയില്ലാതെ പെരുമാറുമ്പോഴും ദൈവം ആഹാരത്തിന് ഒരു കുറവും വരുത്തിയില്ല. അവർക്ക് കുടിക്കാൻ വെള്ളത്തിന് ഒരു കുറവും വരുത്തിയില്ല. ദൈവത്തോട് മനതരിക്കുകയും മത്സരിക്കുകയും ചെയ്യുമ്പോഴും അവര് ആ ഊർജത്തോട് നിൽക്കുന്നത് തന്നെ ദൈവം കൊടുത്ത ആഹാരവും ദൈവം കൊടുത്ത വെള്ളവും ഒക്കെ കുടിച്ചുകൊണ്ടാണ്. അവർ തളർന്നു പോകാതിരിക്കാൻ ദൈവത്തിന്റെ മേഘത്തിന്റെ കീഴിലാണ് ഈ മത്സരങ്ങളെല്ലാം നടക്കുന്നത്. രാത്രിയിൽ അഗ്നിസ്തംഭം അവർക്കുണ്ട്. അപ്പോഴാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. എന്തെല്ലാം ദൈവം ചെയ്തിട്ടും ജനം ശാഠ്യം പൂണ്ട് കഠിനം ഹൃദയരായി അവർ ദൈവത്തിന്റെ മുമ്പിൽ പാപം ചെയ്തുകൊണ്ടാണ്. ദൈവത്തിന്റെ ദാസനായ മോശെ അംഗീകരിക്കില്ല. അവർ മോശയോട് മറുതലിക്കുന്നു. അഹരോനെ അംഗീകരിക്കാതെ മത്സരിക്കുന്നു. മോശയോട് മത്സരിക്കുന്നു. അങ്ങനെ പല വിധത്തിലും വലിയ വലിയ പ്രയാസത്തിന്റെ നടുവിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ വർഷങ്ങളിൽ അവർ താമസിക്കുമ്പോൾ ഈ സമാഗമന കൂടാരം അവരുടെ ഒത്ത നടുവിലായിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒത്ത നടുവിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അതിന് തക്കവണ്ണമായ രീതിയിൽ ഇസ്രായേൽ ജനം ആ സമാഗമന കൂടാരത്തിന് ചുറ്റും ഒരു പ്രത്യേക രീതിയിലാണ് അവരുടെ ആ കൂടാരങ്ങൾ സജ്ജീകരിച്ചിരുന്നത്. ദൈവം അതിനുള്ള ക്രമങ്ങൾ പറഞ്ഞിരുന്നു. കിഴക്ക് വശത്ത് ആരാണ്, പടിഞ്ഞാറ് വശത്ത് ആരാണ്, ഇല്ലെങ്കിൽ തെക്ക് വശത്ത് ആരാണ്, വടക്ക് വശത്ത് ആരാണ്, സമാഗമന കൂടാരത്തിന്റെ ചുറ്റും അടുത്തായിട്ട് ഏത് ഗോത്രമാണ് താമസിക്കേണ്ടത്, ഇല്ലെങ്കിൽ അതിന്റെ വാതിൽക്കൽ ആരാണ് താമസിക്കേണ്ടത്, ഇങ്ങനെയെല്ലാം ദൈവം വ്യക്തമായ ക്രമീകരണങ്ങൾ ദൈവം നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിരുന്നു. അതിനനുസരിച്ചാണ് അവർ മുന്നോട്ട് പോയത്. യോശുവയുടെ പുസ്തകം നമ്മൾ 18-ന്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം 18-ന്റെ 1-ൽ ഈ സമാഗമന കൂടാരം അവർ പിന്നീട് കനാൻ നാട്ടിൽ
കടന്നു ചെന്ന് കഴിയുമ്പോൾ, കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ശീലോവിൽ അത് സ്ഥിരമായിട്ട് പിന്നെ അവിടെ വസിക്കും. അതുവരെയും അവർ യാത്രയുടെ സമയങ്ങളിലെല്ലാം അവരെ അഴിച്ച് കൊണ്ടുപോകും. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ നിൽക്കുന്നോ അവിടെ അത് അവർ പ്രത്യേകമായിട്ട് ക്രമീകരിക്കും. വീണ്ടും ദൈവ സാന്നിധ്യം പോകുമ്പോൾ അവിടുന്ന് പിന്നെയും അവർ തിരിച്ച് യാത്ര ചെയ്യും. അങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോയി കനാൻ നാട്ടിൽ എത്തുമ്പോൾ ജോഷുവയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നു, അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവൾക്ക് കീഴടങ്ങിയിരുന്നു എന്ന് പറയുന്നു. പിന്നെ ശീലോയിലാണ് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അവിടെയാണ് നമ്മുടെ ശമൂവേലിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കാൻ സാധിക്കുന്നത് പോലെ ഏലി പുരോഹിതനും ഏലി പുരോഹിതൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഈ ശീലോവിൽ വെച്ചാണ്. ഈ ശീലോവിൽ വെച്ചാണ് ഹന്ന പ്രാർത്ഥിക്കുന്നതും, അതായത് എൽക്കാന തന്റെ ഭാര്യമാരെ കൊണ്ടുവരുന്നതും, പ്രത്യേകിച്ച് മച്ചിയായിരുന്ന ഹന്ന പ്രാർത്ഥിക്കുന്നതും, ശമൂവേൽ ബാലൻ ജനിക്കുന്നതും ഒക്കെ നമുക്ക് ഈ ശീലോവിലെ ദേവാലയത്തിൽ അല്ലെങ്കിൽ ആ സമാഗമന കൂടാരത്തിൽ ആയിരിക്കുന്ന സമയത്താണ്. ഏലിയുടെ കാലം ദൈവം കാണിച്ചു കൊടുത്ത സ്വർഗീയ കൂടാരത്തിന്റെ തനി പകർപ്പായിരുന്നു ഈ സമാഗമന കൂടാരം. ദൈവം കാണിച്ചു കൊടുത്ത ഒരു സ്വർഗീയ കൂടാരമുണ്ട്, ഒരു സ്വർഗത്തിലെ സത്യ കൂടാരം. എബ്രായ ലേഖനത്തിൽ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കും. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിലാണ് ഞാനിത് ഇന്ന് സംസാരിക്കുന്നത്. അപ്പം ഇതിന്റെ എബ്രായ ലേഖനത്തിൽ പറയുന്ന സ്വർഗത്തിലെ സത്യ കൂടാരത്തിന്റെ ഒരു നിഴലാണ്. ദൈവം അതിനെക്കുറിച്ച്, ദൈവം സ്വർഗീയമായതിന്റെ ഒരു മാതൃകയാണ് ദൈവം കാണിച്ചു കൊടുത്തത്. ആ മാതൃക അനുസരിച്ചാണ് ഈ കൂടാരത്തിന്റെ പണി ചെയ്യുന്നത്. അത് സ്വർഗീയ കൂടാരത്തിന്റെ തനി പകർപ്പായിരുന്നു എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് ദേവാലയം ശലോമോന്റെ കാലം വരുമ്പോൾ വലിയ കല്ലുകൾ കൊണ്ടും അനവധി സ്വർണം, വെള്ളി, അതുപോലെ അനവധി നല്ല തടികൾ കൊണ്ടും ഒക്കെ ഇതിനെ അതിമനോഹരമായിട്ട് പണിയുണ്ടായി. അതിമനോഹരമായിട്ട് ശലോമോൻ ഇത് പണിതു. അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ വിശാലമായ അതിനു വേണ്ടിയിട്ടുള്ള സ്വരുക്കൂട്ടലുകളെല്ലാം മുന്നമേ തന്നെ ദാവീദ് അത് ക്രമീകരിച്ചിരുന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ശലോമോനാണ് ഇത് പണിയുന്നത്. ഈ സ്ഥിരമായ രൂപഘടനയോടുകൂടി ദേവാലയം ശലോമോൻ യെരൂശലേമിൽ പണിയുമ്പോൾ മനോഹരവും യഹൂദ ജനത്തിന്റെ സന്തോഷവും അഭിമാനവുമായ ഒന്നായിരുന്നു ഈ ദേവാലയം. ഇത് പണിയാൻ ലെബനോനിൽ നിന്ന് ദേവദാരുക്കൾ, പ്രത്യേകിച്ച് വിലപിടിച്ച കല്ലുകൾ, അല്ലെങ്കിൽ ആവശ്യത്തിലേറെ സ്വർണം മുതലായ കാര്യങ്ങൾ വേണ്ടി വന്നു ഇതെല്ലാം ചെയ്യാനായിട്ട്. 1 ദിനവൃത്താന്തം 28-ന്റെ 3-ാം വാക്യവും 11 മുതൽ 19 വാക്യവും വരെ നമ്മൾ വായിക്കുമ്പോൾ 1 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിലെ 3-ാം വാക്യം, എന്നാൽ ദൈവം എന്നോട്, നീ എന്റെ നാമത്തിന് ഒരാലയം പണിയരുത്, നീ ഒരു യോദ്ധാവാകുന്നു, രക്തവും ചൊരിയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പം അവിടെ ദൈവം ദാവീദിനോട് പറയും. ദാവീദിന് ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവാചകനോടും പറഞ്ഞു, ദൈവസന്നിധിയിൽ ഈ ആലോചന ഉണർത്തുകയും അങ്ങനെ ദൈവം അത് അനുവാദം കൊടുക്കുകയാണ്. പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞു. എന്നാൽ ദൈവം എന്നോട്, അത് ദാവീദ് പറയും, നീ എന്റെ നാമത്തിന് ഒരാലയം പണിയരുത്, നീ യോദ്ധാവാകുന്നു, രക്തം ചൊരിയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എങ്കിലും ഞാൻ എന്നേക്കും ഇസ്രായേലിന്റെ രാജാവായിരിക്കുക, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്റെ സർവ്വ പിതൃഭവനത്തിനും എന്നെ തിരഞ്ഞെടുത്തു പ്രഭുവാക്കിയിരിക്കാൻ യഹൂദയെയും യഹൂദ ഗൃഹത്തിൽ എന്റെ പിതൃഭവനത്തെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ അപ്പന്റെ പുത്രന്മാരിൽ വെച്ച് എന്നെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കുവാൻ അവന് പ്രസാദം തോന്നി. അതിനുശേഷം ദൈവം ഈ കാര്യം ദാവീദിനെ പണിയുവാൻ അനുവാദം കൊടുത്തില്ല. പക്ഷെ ദൈവം ശലോമോനെ, അതായത് ദാവീദിന്റെ മകനെ അത് പണിയാനായിട്ട് ദൈവം അവനോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും
ദാവീദാണ് പിന്നീട് ക്രമീകരിച്ചു കൊടുക്കുന്നത്. അതിന്റെ 28-11 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ ദാവീദ് തന്റെ മകനായ ശലോമോനെ ദേവാലയത്തിന്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരഗൃഹങ്ങൾ, മാളിക മുറികൾ, അറകൾ, കൃപാസന ഗൃഹം എന്നിവയുടെ മാതൃക കൊടുത്തു. യഹോവയുടെ ആലയം, പ്രാകാരങ്ങൾ, ചുറ്റുമുള്ള എല്ലാ അറകൾ, ദേവാലയത്തിന്റെ ഭണ്ഡാരഗൃഹങ്ങൾ, നിവേദിത വസ്തുക്കളുടെ ഭണ്ഡാരം, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ, യഹോവയുടെ ആലയത്തിലെ സകല ശുശ്രൂഷയുടെയും വേല, യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങൾ എന്നിവയെയും പറ്റിയും ഈ കാര്യങ്ങളെല്ലാം തന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന മാതൃകാ വിവരവും അവന് കൊടുത്തു. ഇതെല്ലാം ദൈവം കൊടുത്തതായിരുന്നു. പിന്നീട് നമുക്ക് കാണാം, അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്കൊക്കെയും പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് തൂക്കപ്രകാരം പൊന്നും, അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്ക് ഒക്കെയും വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊക്കെയും തൂക്കപ്രകാരം വെള്ളിയും, പൊൻ വിളക്ക് തണ്ടുകൾക്ക് അവയുടെ സ്വർണ്ണ ദീപങ്ങൾക്കും വേണ്ടുന്ന തൂക്കമായി ഓരോ വിളക്ക് തണ്ടിനും അതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം പൊന്നും, വെള്ളി കൊണ്ടുള്ള വിളക്ക് തണ്ടുകൾക്ക് ഓരോ തണ്ടിന്റെയും ഉപയോഗത്തിന് തക്കവണ്ണം അതത് തണ്ടിനും അതതിന്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം വെള്ളിയും കൊടുത്തു. കാഴ്ചയപ്പത്തിന്റെ മേശകൾക്ക് ഓരോ മേശയ്ക്ക് വേണ്ടുന്ന പൊന്നും, വെള്ളി കൊണ്ടുള്ള മേശകൾക്ക് വേണ്ടുന്ന വെള്ളിയും തൂക്കപ്രകാരം കൊടുത്തു. മുൾക്കൊളുത്തുകൾക്കും കലശങ്ങൾക്കും കുടങ്ങൾക്കും വേണ്ടുന്ന തങ്കവും, പൊൻ കിണ്ടികൾക്ക് ഓരോ കിണ്ടിക്കും തൂക്കപ്രകാരം വേണ്ടുന്ന പൊന്നും, ഓരോ വെള്ളിക്കിണ്ടിക്കും തൂക്കപ്രകാരം വേണ്ടുന്ന വെള്ളിയും കൊടുത്തു. ധൂപപീഠത്തിന് തൂക്കപ്രകാരം വേണ്ടുന്ന ഊതിക്കഴിച്ച പൊന്നും, ചിറക് വിരിച്ചു യഹോവയുടെ നിയമപെട്ടകം മൂടുന്ന കെരൂബുകളായ രഥമാതൃകയ്ക്ക് വേണ്ടുന്ന പൊന്നും കൊടുത്തു. ഇവയെല്ലാം ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൾ കൊണ്ട് എഴുതിയ രേഖ മൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു. ദൈവം തന്റെ കൈകൾ കൊണ്ട് കൊടുത്ത രേഖ പ്രകാരമാണ്, മാതൃക പ്ലാൻ പ്രകാരമാണ് ദൈവം ഇത് കൊടുത്തു. അതനുസരിച്ചാണ് ദാവീദ് ഈ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിൽ ഉറച്ച് ഇത് ശലോമോനെ കൈമാറുന്നത്, ഇതെല്ലാം വ്യക്തമാക്കി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെ മനോഹരമായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശങ്ങളും പദ്ധതികളും. അതുകൊണ്ട് ദാവീദിന് ആയിരുന്നു ഈ ആലയം പണിയാനുള്ള മാതൃക ലഭിച്ചത്. അദ്ദേഹം യോദ്ധാവായതുകൊണ്ടും അദ്ദേഹത്തിന് പണിയുവാൻ, അതായത് രക്തച്ചൊരിച്ചിലുകളൊക്കെ നടത്തിയ ഒരാളായതുകൊണ്ടും അദ്ദേഹത്തിന് പണിയുവാൻ ദൈവം അനുവാദം കൊടുത്തില്ല. മകനായ ശലോമോനാണ് അത് പണിതത്. യഹൂദന്മാരുടെ ആരാധന കേന്ദ്രം എന്നുള്ളത് യെരുശലേമിലുള്ള ഈ ദേവാലയമായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 8-27 നമ്മൾ വായിക്കുമ്പോൾ, എത്യോപ്യക്കാരനായ ഷണ്ഡൻ ഈ ദേവാലയത്തിൽ നമസ്കരിച്ചിട്ടാണ് മടങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 8-27 നമുക്ക് ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ അദ്ദേഹം യെരൂശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങി പോവുകയാണ് തേരില്. ഇവിടെ അതുകൊണ്ട് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും, ദൈവം ഈ മാതൃകയെല്ലാം ദൈവം കൊടുത്തിട്ട് ദൈവം അവരോട് കൽപ്പിച്ചിരുന്നതും നമുക്ക് വായിക്കാൻ സാധിക്കും. ആവർത്തന പുസ്തകം 16-16 നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആളുകളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് ഒത്തവണ്ണം ഓരോരുത്തൻ താന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. ഇങ്ങനെ ദൈവം അവരോട് കൽപ്പിച്ചിരുന്നത്
ഈ വർഷത്തിൽ 3 പ്രാവശ്യം, സംവത്സരത്തിൽ 3 പ്രാവശ്യം ദൈവം തന്റെ സാന്നിധ്യം കൊടുക്കുന്ന ഈ ആലയത്തിൽ, സമാഗമന കൂടാരാണെങ്കിൽ സമാഗമന കൂടാരത്തിൽ, അത് ശീലോയിലാണെങ്കിൽ ശീലോയിലായിരുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ യെരുശലേമിൽ ദേവാലയം പണിതപ്പോൾ അവിടെ അവരും വർഷത്തിൽ 3 പ്രാവശ്യം നിന്റെ ആണുങ്ങളെല്ലാം അത് ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ വരണമായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകത്തിൽ 23 നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അതാണ്. നിന്റെ ആണുങ്ങൾ സംവത്സരത്തിൽ 3 പ്രാവശ്യം എന്റെ സാന്നിധ്യത്തിൽ വരണം എന്നുള്ളതായിരുന്നു. ദൈവം അവർക്ക് അതിമനോഹരമായ നിബന്ധനകൾ കൊടുത്തു. ദൈവം അവരുടെ നടുവിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അവരുമായുള്ള ബന്ധത്തിൽ വസിക്കാനാണ്, അവരുമായിട്ടുള്ള ഒരു വലിയ ആ ബന്ധത്തിൽ ദൈവം തന്റെ ജനവും ദൈവം വസിക്കുന്ന ഒരു ജനമായി ജീവിക്കാനാണ് ദൈവം ഇതെല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നു 400 വർഷത്തോളം ഈ ദേവാലയം നിലനിന്നു. 400 വർഷത്തോളം ഈ ദേവാലയം നിലനിന്നു. ബാബിലോണിയൻ സൈന്യം ഇത് നശിപ്പിച്ച് വിലപിടിപ്പുള്ളതെല്ലാം എടുത്തുകൊണ്ട് 500 മൈൽ ദൂരെയുള്ള ബാബിലോണിലേക്ക് അവരതെല്ലാം കൊണ്ടുപോകും. അവരുടെ പാപനിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവരെ ആ ദേവാലയം തീ വെച്ച് ചുടുന്നത് കാണാം. അവിടെ തീ വെച്ച് ചുട്ട് അവിടെ ഉണ്ടായിരുന്നതായ ദൈവത്തിന്റെ ജനത്തെ ബാബിലോണി സൈന്യം വന്ന് പിടിച്ചുകൊണ്ട് അവര് ദൂരെ 500 മൈൽ ദൂരെയുള്ള ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രമാണ് പിന്നീട് നമുക്ക് മറ്റു പല പുസ്തകങ്ങളിലും നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ജെറമ്യയുടെ പുസ്തകം നമുക്ക് കാണാം. വായിക്കുമ്പോൾ ജെറമ്യ അതിനെ കുറിച്ചെല്ലാം വളരെ മുന്നറിയിച്ച്, യെശയ്യാവ് അതിനെ കുറിച്ച് മുന്നറിയിച്ചിരുന്നു. ഇതെല്ലാം പിന്നീട് അത് പ്രകാരം തന്നെ സംഭവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ചതായ വിഷയം, ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ നമ്മളിത് ഇതിന്റെ ആ ഒരു ഘടനയെ കുറിച്ച്, യഹൂദന്മാര് ദൈവർക്ക് കൊടുത്ത നിയമം, അവരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ച ഈ ആലയവുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് സമാഗമന കൂടാരം, പിന്നീട് അത് ദേവാലയം പണിതത്, ഇതെല്ലാം നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇതിന്റെ അതിമനോഹരമായ മറ്റ് ആഴമേറിയ പഠനങ്ങളിലേക്ക് നമ്മൾ നാളെയും ഇല്ലെങ്കിൽ അതിന് ശേഷമുള്ള ദിവസങ്ങളിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. അതിനെ ശ്രദ്ധയോടെ പഠിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാത്തിനും ദൈവത്തിന് നന്ദി.